മലപ്പുറം ജില്ലയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഇഫ്താർ ബുഫേ എന്ന് ചോദിച്ചാൽ ഇത് തന്നെ ഒരു സംശയമില്ല. കോട്ടക്കൽ അജ്ഫാൻ ടീമിന്റെ സ്വന്തം ഷെഫ് ലബ്നാൻ, ഒരു ലബ്നാനി ഷെഫ് ഒന്ന് അവിടെ ഇഫ്താർ നടത്തുന്നത്. കേറിന് മുമ്പേ അവിടെ പുറത്തുവച്ച് സംഭവം ഷെഫ് ലബ്നാനിലെ ഷെഫ് ഹാദി. Here different. Here now you are in Beirut. Okay. This is a very famous in Lebanon. We have kishta, we have usmaliya, kunafa, we have fried falafel, fried sambusa. മലപ്പുറം ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് ബുഫേയിൽ അപ്പോൾ നിൽക്കുന്നത് ഒത്തന്റിക് ലബ്നാനി കബാബുകൾ, ഒരു റൈസുകൾ, പല പല വെറൈറ്റി ലാമ്പ് ചോപ്സ് വരെ ഉണ്ട് ഈ ബുഫേയിൽ. 1200 60ഓളം ഐറ്റംസ്, പല ഡിഷുകൾ, ട്രഡീഷണൽ ആയിട്ട് ലബ്നാനി ഫുഡുകളും, പിന്നെ സാലഡ്സിന്റെ പല വിധത്തിൽ ബ്രെഡുകളും എല്ലാം ഉണ്ട്. വൈൻ ലീവ്സിന്റെ ഒക്കെ സാധനം ഉണ്ട്. പിന്നെ ഹുമ്മൂസുകൾ പല വിധത്തിൽ, പല സംഭവം, സ്റ്റാർട്ടേഴ്സും സാലഡും. ഡിസേർട്ട് സൈഡിൽ പോയ തല കറങ്ങി പോകും. അത്രയും ഐറ്റംസ് 1200 ഇതൊക്കെ എങ്ങനെ മുതലാവണം ഞാൻ ആലോചിക്കുന്നു കേട്ടോ. അത്രയും സംഭവം ഇവിടെ ഉണ്ട്. We have more than 10 items change every day. ഒരു വെജ് സെക്ഷൻ ഉണ്ട്. പ്രവാസികളെ സ്വന്തം ഫൂല് വരെ ഇവിടെ ഉണ്ട്. പല വെജ് ഐറ്റംസ്, ക്രീമി ആയിട്ട് വരുന്ന എല്ലാം, പിന്നെ ലൈവായിട്ട് ബ്രെഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. മലപ്പുറത്തും കിട്ടാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് നോമ്പോറ കേട്ടോ. ലബനാൻ ഷെഫ് വന്നിട്ട് ഇവിടെ നോമ്പോറ നടത്താണ്. അതാണ് അജിഫാന്റെ എല്ലാമായ കുട്ടിക്കൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ നോമ്പുറക്കാൻ അങ്ങനെ പോവാട്ടെ. എല്ലാ സാധനം അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ടേബിൾ. ഇക്കണ്ട സാധനമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ സമൂസമ്മ തുടങ്ങാട്ടെ. എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. നിങ്ങൾ കരുതി നമ്മളെ സമൂസയിൽ നാടൻ മസാല അല്ല, ലബനാനി സ്റ്റൈലാണ്. അപ്പോൾ എല്ലാ ഐറ്റംസും നേരത്തെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ അള്ളിയൻ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് അവിടെ ഫുള്ള് വെജാണ് കിട്ടുന്ന ആൾക്ക് എണ്ണേറ്റി പഠിക്കുകയാണ്. അവനിപ്പോൾ സമാധാനമായിട്ടുണ്ടാവും. എല്ലാ സാധനം കിട്ടിയിരുന്നു. നമ്മളിത് റൈസ് അങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിന്നു. അപ്പം ഇനി അടുത്ത ഓരോന്നിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. തന്തൂരിയും കബാബും ലാമ്പും മട്ടനും. ഇവിടെ ലൈവ് സ്റ്റേഷൻ അവിടെ അങ്ങനെ സ്പഗത്തി പാസ്ത ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. വെള്ള കിടന്ന് നടക്കാം. മീനും ഇറച്ചി ഗ്രില്ല് ചെയ്ത ലാമ്പ് ചോപ്സ്. ഗൾഫിലൊക്കെ ഭക്ഷണം മിസ് ചെയ്യുന്ന പ്രവാസികൾ ഉണ്ടാവും. അവർക്കൊക്കെ പറ്റിയ സ്പോട്ടാണത്. ഫസ്റ്റ് പീസ് ചിക്കൻ ഫുള്ളി ഫ്രൈഡ് ആട്ടത്. പല ആൾക്കാരും പറയും ഗൾഫിലെ ഫുഡ് നാട്ടിൽ കിട്ടൂലല്ലോ. ഇത് ശരിക്കും നാട്ടിൽ കിട്ടും. ഒത്തന്റിക് തന്നെ, അത്രയും ഒതന്റിക്. അപ്പോൾ നാടൻ ഫുഡ് എക്സ്പെക്ട് ചെയ്ത് ആരും കണ്ട് പോകാൻ നിൽക്കണം കേട്ടോ. പക്കാ ഒതന്റിക് കേട്ടോ. ഒരുപാട് ഐറ്റംസ് കഴിച്ചാലും തീരില്ല. ഞാൻ സ്പഗത്തി ഒക്കെ പറഞ്ഞ് കഴിച്ചു നോക്കിയിട്ട് സ്പഗത്തി ലൈവ് സ്റ്റേഷനിൽ അപ്പം ചൂടോടെ കിട്ടി. പിന്നെ ലാസ്റ്റ് ഡിസേർട്ടും. ലാസ്റ്റ് ഇനി മധുരത്തിൽ കിടക്കാൻ. മധുരം ലാസ്റ്റ് കഴിച്ചാൽ നമുക്ക് കുറേ കഴിക്കട്ടോ. ഉമ്മാലിയാണ് സൂപ്പർ. മസ്റ്റ് ട്രൈ ഓരോ ഡിസേർട്ടും കാര്യങ്ങളും. അപ്പം റിസർവ് ചെയ്യാൻ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ക്രീമൊക്കെ വേറെ ലെവൽ. എന്തായാലും കഴിക്കേണ്ടത്. നിങ്ങൾ ഈ റെസ്റ്റോറന്റ് തുടങ്ങിയത്? റെസ്റ്റോറന്റ് ആണ് നമ്മുടെ നാട്ടില് നല്ല ഒരു ഫുഡ്, ഒരു അറബിക് ഫുഡ് കിട്ടാനില്ല. ഇവിടെ കോട്ടക്കൽ കണ്ടുമാനം അറബികളും വിദേശികളും വരുന്ന ചികിത്സക്കൊക്കെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മള് ഒരു അറബി ലബനീസ് റെസ്റ്റോറന്റ് ഓപ്പൺ. അപ്പൊ മലപ്പുറം ജില്ലയിൽ ഒരു പ്രീമിയം ലബനീസ് ഇഫ്താർ ബുഫേ കഴിക്കണമെങ്കിൽ ഷെഫ് ലബ്നാനിക്കടെ വന്നാൽ മതി. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ എന്നാ കാണാം.